ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഒരു ദിവസം നമ്മൾ പല പ്രാവശ്യം ഞാൻ എൻ്റെ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇതെന്താണ് ഞാൻ, എന്താണ് എൻ്റെ എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഈ മായയെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് രാമായണത്തിന്റെ ആധ്യാത്മിക രഹസ്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്നത് ഒന്ന് ഉദ്ദേശിക്കുന്നത് രാമനെയാണ്, ആത്മാവിനെയാണ്. ആത്മരാമൻ എന്ന പദവും രാമായണത്തിൽ വരുന്നു. ഇതെന്താണ് ഞാൻ? നാം ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ ഈ രൂപം കാണാറുണ്ട്. ഈ രൂപമാണോ ഞാൻ? ഞാൻ വെളുത്തിട്ടാണ്, ഞാൻ കറുത്തിട്ടാണ്, ഞാൻ മെല്ലിച്ചിട്ടാണ്, ഞാൻ വണ്ണിച്ചിട്ടാണ്, ഞാൻ പൊക്കം കൂടുതലാണ്, ഞാൻ പൊക്കം കുറവാണ്. ഇങ്ങനെ പല വ്യത്യാസങ്ങൾ നമ്മളെക്കുറിച്ച് നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന രൂപമാണോ ഞാൻ? അഥവാ ഈ കാണുന്ന രൂപമാണ് ഞാനെങ്കിൽ ഈ കയ്യ് ഞാൻ എൻ്റെ കയ്യെന്നാണ് പറയുന്നത്, എൻ്റെ കാലെന്നാണ് പറയുന്നത്, എൻ്റെ തല, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ വാ, എന്തിന് മുഴുവൻ ശരീരത്തിനെയും നമ്മൾ പറയുന്നത് എൻ്റെ ശരീരം എന്നാണ് പറയുന്നത്. ഈ ശരീരം എൻ്റെ ആണെങ്കിൽ ഞാൻ ആരാണ്? ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഒരു പേനയുണ്ടെങ്കിൽ ഈ പേനയെ ഞാൻ പറയുന്നത് എൻ്റെ പേന എന്നാണ് പറയുന്നത്, ഞാൻ പേന എന്ന് പറയാറില്ല. ഞാൻ ഇരിക്കുന്ന കസേരയും എൻ്റെ കസേര എന്നാണ് പറയാറ്, ഞാൻ കസേര എന്ന് പറയാറില്ല. എൻ്റെ വീടെന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഞാൻ വീടെന്ന് പറയാറില്ല. ഇതെന്താണ് ഞാൻ, എന്താണ് എൻ്റെ? എൻ്റെ എന്ന് പറയുമ്പോൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഞാനെന്ന് പറയുമ്പോൾ ഈ ഞാനാണ്. അപ്പോൾ എൻ്റെ ശരീരം എന്ന് നാം പറയുമ്പോൾ തീർച്ചയായിട്ടും എന്നിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ശരീരം. നമുക്ക് സുഖമില്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറെ എനിക്കിന്ന് വയ്യ എന്നാ പറയുന്നത്, ഞാൻ വയ്യ എന്ന് പറയാറില്ല. ഡോക്ടറെ എൻ്റെ തല വേദനിക്കുന്ന പറയുന്നത്, ഞാൻ വേദനിക്കുന്നു എന്ന് പറയാറില്ല. എൻ്റെ ശരീരം ആ സകലം വേദന എന്ന് പറയുന്നുണ്ട്, ഞാൻ ശരീരം വേദന എന്ന് പറയാറില്ല. എന്താണ് ഞാൻ? തീർച്ചയായും എന്നിൽ നിന്നും വ്യത്യസ്തമാണ് ഞാൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഭരണ വീട്ടിൽ പോയിട്ടുണ്ട്. അവിടെ കിടത്തിയിരിക്കുന്നത് ശവമാണ്, ഡെഡ് ബോഡി എന്ന് പറയും. നമ്മളെ പോലെ തന്നെ എല്ലാ അവയവങ്ങളും ആ ഡെഡ് ബോഡിക്കും ഉണ്ട്. കാണുന്നില്ല, കേൾക്കുന്നില്ല, സംസാരിക്കുന്നില്ല. കാരണം കണ്ണടച്ചത് കൊണ്ടായിരിക്കാം കാണാത്തത്, പക്ഷെ ചെവി തുറന്നിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കേൾക്കുന്നില്ല? കയ്യും കാലും ശരീരത്തിലെ അവയവങ്ങളെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടത് പ്രവർത്തിക്കുന്നില്ല? നാം അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഒരു വ്യക്തിയെ കാണുമ്പോൾ നാം എങ്ങനെയാ പരിചയപ്പെടുത്താറ്? നമ്മളെ എങ്ങനെ പരിചയപ്പെടുത്തും? നമ്മളെ പേര്, വീട്, സ്ഥലം, പഠിത്തം, പദവി. കൂടുതൽ വേണമെങ്കിൽ എൻ്റെ മാതാപിതാവിനെ കുറിച്ച് ഞാൻ പറയും. എൻ്റെ പേരെന്ന വാക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എൻ്റെ വീട്, എൻ്റെ സ്ഥലം, ഇതൊക്കെ എൻ്റെയാണ്. അപ്പം ഈ ഞാൻ ആരാണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മെട്രോപൊളിറ്റൻ സിറ്റി, ബാംഗ്ലൂർ, ബോംബെ, മദ്രാസ് പോലുള്ള സ്ഥലങ്ങളിൽ പാർക്കുകൾ കാണും. കുടുംബത്തിലുള്ളവർ കുറച്ച് സമയം സന്ധ്യയ്ക്ക് പാർക്കിൽ പോയി സമാധാനമായിട്ടിരുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകും. ഒരിക്കൽ ഒരു പാർക്കിൽ ഒരു 19 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ അവിടുത്തെ ബെഞ്ചിൽ ആകാശം നോക്കി വിശ്രമിക്കുകയായിരുന്നു. പാർക്കിന്റെ രീതി എന്താണെന്ന് വെച്ചാൽ രാത്രി ഒരു 8-8:30 മണിയാകുമ്പോൾ അവിടുത്തെ വാച്ച്മാന് അനൗൺസ് ചെയ്യും, പാർക്ക് അടയ്ക്കാൻ പോവുകയാണ്, ആരെങ്കിലും അകത്തുണ്ടെങ്കിൽ പുറത്തു വരിക എന്ന് 3 പ്രാവശ്യം ദിവസം അനൗൺസ്മെന്റ് ചെയ്യാറുണ്ട്. അതിനുശേഷം ഒരു പ്രാവശ്യം അദ്ദേഹം മുഴുവൻ പാർക്കും പോയി നോക്കും ആരെങ്കിലും ഉണ്ടോ എന്ന്. ആരും ഇല്ലെന്ന് നിശ്ചയമായതിനു ശേഷമേ അദ്ദേഹം പാർക്ക് അടച്ചിട്ട് ഗേറ്റ് കൂട്ടിയിട്ട് പോകുന്നു. ഇത് എന്നും നടക്കുന്ന പരിപാടിയാണ്. ഒരു ദിവസം അതേപോലെ അദ്ദേഹം 3 പ്രാവശ്യം അനൗൺസ് ചെയ്ത ശേഷം പാർക്ക് മുഴുവനും കറങ്ങി നടക്കാൻ പോയപ്പോൾ ആ അപ്പൂപ്പനെ അവിടെ കിടക്കുന്നതുണ്ട്. ഈ വാച്ച്മാന് ദേഷ്യം വന്നു. തെരുതെരെ 4 ചോദ്യങ്ങൾ ചോദിച്ചു. ഇയാൾ ആരാ? ഇയാൾ എവിടുന്നാ വന്നു? ഇയാളുടെ പേരെന്താ? ഇയാൾക്ക് ആരുമില്ലയോ? ഇങ്ങനെ തുടർന്ന് 4-5 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ അപ്പൂപ്പൻ ആകാശത്തെ നോക്കി കണ്ണു മിഴിച്ച് കിടക്കുമായിരുന്നു. വീണ്ടും ഈ അപ്പൂപ്പൻ ഒന്ന് കുലുക്കി ചോദിച്ചു ഈ ചോദ്യങ്ങളെല്ലാം. അപ്പൂപ്പൻ ഞെട്ടി എഴുന്നേറ്റിരുന്ന് പറഞ്ഞു, കഴിഞ്ഞ 25 വർഷങ്ങളായി ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. ഞാൻ ആരാണ്? ഞാൻ എവിടുന്നാ വന്നത്? ഞാൻ എവിടേക്കാ പോകേണ്ടത്? എന്തിനാ ഞാൻ ഈ ലോകത്ത് വന്നത് എന്ന ചോദ്യത്തിന് ഉള്ള യഥാർത്ഥ മറുപടി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല.
ഇതന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ. ഞാൻ എൻ്റെ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ രണ്ട് വാക്കിന്റെ യഥാർത്ഥ അർത്ഥം നമുക്കറിയുന്നില്ല. ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയുടെ എല്ലാം അവിടെ നഷ്ടപ്പെട്ടു. പേര്, പദവി, പഠിത്തം, ബന്ധുമിത്രാദികൾ എല്ലാം അവിടെ നഷ്ടപ്പെട്ടു. ഇനി അദ്ദേഹം അവിടെ ഡെഡ് ബോഡിയാണ്. ഡോക്ടറാണെങ്കിൽ ഡോക്ടർ പോയെന്നാ പറയുന്നത്, വക്കീലാണെങ്കിൽ വക്കീൽ പോയെന്നാ പറഞ്ഞത്. പിന്നെ അവിടെ കിടക്കുന്നത് ശവം, ഡെഡ് ബോഡി. അടുത്ത ചോദ്യം എന്താണ്? ആരെങ്കിലും മരിച്ചു എന്ന് കേട്ട ഉടനെ അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാ മരിച്ച്, എപ്പോഴാ അടക്കം ചോദിക്കുന്നത്. വെച്ചിരിക്കുന്നതിനെ കുറിച്ച് ആരും സംസാരിക്കാറില്ല. അപ്പൊ ഈ ശരീരം എന്ന് പറയുന്നത് ജഡമാണ്. ഇതിനകത്തൊരു ശക്തിയുണ്ട്. അതാണ് ആത്മരാമൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പേരും നാടും വീടും പഠിത്തവും പദവിയും കൊണ്ട് പരിചയപ്പെടുന്നെങ്കിൽ അത് ഇവിടെ വന്ന ശേഷം കിട്ടിയതാണ്. അതേപോലെ നാം പോകുമ്പോൾ ഇതെല്ലാം നമ്മൾ വീട്ടിലേക്ക് തന്നെ പോകുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്? ആ ഞാൻ ആരാണെന്നുള്ള അറിവില്ലായ്മയാണ് മായയായിട്ട് നമ്മളെ മൂടിക്കിടക്കുന്നത്. ഞാൻ ആരാണെന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മൾ ആ മായയിൽ നിന്നും പുറത്തു വരും. അപ്പോൾ സത്യം സത്യമായിട്ട് കാണാൻ സാധിക്കും. ആത്മരാമനാണ് ഓരോ ശരീരത്തിനകത്തിരുന്നു കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ഈ ശരീരം മാത്രം നോക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ മുഖ്യമായ അവയവം തലച്ചോറാണ്. ഹൃദയമെന്നും നമ്മൾ പറയും. പക്ഷെ ഹൃദയം മുഴുവൻ ശരീരത്തിലേക്കും രക്തം പമ്പ് ചെയ്ത് എത്തിപ്പിക്കുന്ന ഒരു ബെസ്റ്റ് പമ്പിങ് മെഷീനാണ്. പക്ഷേ തലച്ചോറാണ് നമ്മുടെ ശരീരത്തിനെ മുഴുവനും നിയന്ത്രിക്കുന്നത്. തലച്ചോറാണ്. ആത്മാവ് വസിക്കുന്നത് തലച്ചോറിനകത്ത്. പുരുക മധ്യത്തിൽ ഇവിടെ രണ്ടും കൂടി നമ്മൾ ഒരു ചീട്ട ഇടുകയാണെങ്കിൽ ജോയിന്റ് ചെയ്യുന്ന സ്ഥലം 90 ഡിഗ്രി അവിടെയാണ് ആത്മാവ് വസിക്കുന്നത്. അതുകൊണ്ടാണ് തിരുനെറ്റി എന്ന് പറയുന്നത്, ഉച്ചി എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ പോയി നമുക്ക് പ്രസാദം തരുമ്പോൾ നമ്മൾ ആ പ്രസാദം വാങ്ങി നേരെ തൊടുന്നത് നെറ്റിയിലാണ്. എന്തുകൊണ്ടാണ്? ആരെ നോക്കുകയാണെങ്കിൽ നമ്മൾ മുഖത്തിനെയാണ് നോക്കുന്ന. കാരണം എന്താണ്? അവിടെയാണ് ഈ ശരീരത്തിനെ മുഴുവനും ചലിപ്പിക്കുന്ന ആത്മരാമൻ വസിക്കുന്നത്. ആത്മാവ് എന്ന വാക്കിന്റെ അർത്ഥം ആ തമസ് എന്നാണ്. തമസ് അല്ലാത്തത്, ഇരുട്ടല്ലാത്തത്. ഇരുട്ടല്ലെങ്കിൽ പ്രകാശമായിരിക്കും. ഓരോ ശരീരത്തിലും പുരുക മധ്യത്തിൽ പ്രകാശിക്കുന്ന ഒരാത്മാവിരുന്നു കൊണ്ട് മുഴുവൻ ശരീരത്തിനെയും നിയന്ത്രിക്കുന്നു. എപ്പോഴാണോ നമുക്ക് ആ ആത്മജ്ഞാനം കിട്ടുന്നത് അപ്പോൾ നാം മായയിൽ നിന്നും മുക്തരാകുന്നു. യഥാർത്ഥ രാമനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കൂ. മായയിൽ നിന്നും നമ്മൾ മുക്തരാകണം. അങ്ങനെ ആത്മജ്ഞാനം നമുക്ക് ഈ ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയത്തിൽ വളരെ ലളിതമായ ഭാഷയിൽ കിട്ടുന്നുണ്ട്. ഏത് വേദശാസ്ത്ര ഗ്രന്ഥ ഇതിഹാസ പുരാണത്തിന്റെയും യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അടിസ്ഥാനം ആത്മജ്ഞാനമാണ്. സ്വയത്തെ തിരിച്ചറിയൂ. അതാണ് ആത്മാവെന്ന് പറയുന്ന ചൈതന്യ ശക്തി. ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ ആരാണ്. ഒരു അസ്ഥികൂടം കാണിച്ചിട്ടുണ്ട്, മനുഷ്യ ശരീരം കാണിച്ചിട്ടുണ്ട്. അസ്ഥികൂടം എന്ന് പറയുന്നത് ശരീരം പഞ്ചതത്വങ്ങളാൽ നിർമ്മിതമായത്. പിന്നെ ഒരു പ്രകാശത്തിനെ കാണിച്ചിട്ടുണ്ടല്ലോ, അതാണ് ആത്മാവ്. ഒരു ശരീരത്തിൽ ആത്മാവ് പ്രവേശിക്കുമ്പോഴാണ് ജീവാത്മാവായി തീരുന്നത്. ആത്മാവ് ശരീരം വിട്ടു പോയാൽ അസ്ഥികൂടം മാത്രമാണ്. ഞാൻ എന്ന് പറയുന്നത് പഞ്ചതത്വങ്ങൾക്കെല്ലാം അതീതമായ ഒരു ചൈതന്യ ശക്തി ആത്മാരാമനാണ്. ഈ ശരീരം പഞ്ചതത്വങ്ങളാൽ നിർമ്മിതമാണ്. ശരീരം നശിക്കും, ആത്മാവ് ഒരിക്കലും നശിക്കില്ല. ആത്മാവ് അജരനാണ്, അമരനാണ്, അവിനാശിയാണ്. ശരീരവും പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടത്. തീയിലിട്ടാൽ തീയോട് തീയാകും, വെള്ളത്തിലിട്ടാൽ വെള്ളത്തോട് വെള്ളമാകും, മണ്ണിടുമ്പോൾ മണ്ണോട് മണ്ണാകുന്നുണ്ട്. ശരീരം നശിക്കുന്നതാണ്. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഇതിനെല്ലാം അതീതമായ ചൈതന്യ ശക്തി ആത്മാവ് അനശ്വരനാണ്. ഹരേ രാമ